ഹലോ, ഇന്ന് അടിപൊളി വെറൈറ്റി ഒരു വീഡിയോ അയച്ചായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ലിവയിലുള്ളൊരു ഈത്തപ്പഴ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട്. അതട്ടാ, ഇത് നമ്മളിതായി ഏകദേശം ഈ ലിവ ഫെസ്റ്റിവലിൻ്റെ അടുത്തേക്ക് ഇത് എത്താനായിട്ടുണ്ട്. ഓക്കെ, ഏതാനും നിമിഷങ്ങൾക്ക് നമ്മളിതാ ലിവ ഈത്തപ്പഴ ഫെസ്റ്റിവലിൻ്റെ മുൻഭാഗത്തേക്ക് എത്തും. ഇതൊക്കെ അതിൻ്റെ അടുത്തുള്ള ഒരു ഭാഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഗെയ്സ്. ഇതാ നോക്കിക്കോളൂ, വെറൈറ്റി അതിമനോഹരമായ ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഈത്തപ്പഴം ഫെസ്റ്റിവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ നല്ല ലൈറ്റ് വർണ്ണങ്ങളാൽ അതിമനോഹരമായി തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. മാഷാഅല്ലാഹ്, സൂപ്പറായിട്ടുണ്ട്. നമ്മളങ്ങനെ ഫെസ്റ്റിവലിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ മുൻവശങ്ങൾ കേട്ടോ. നമ്മുടെ ഈത്തപ്പഴ ഫെസ്റ്റിവലിൻ്റെ ഭാഗങ്ങളാണ് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വലിയൊരു ടെൻറ്റ് ഇവരിവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പുറം ഭാഗം കുറച്ച് കാണിച്ചു തരാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കും. ഓക്കെ, അപ്പോൾ വിദേശത്തിലെ അടിപൊളി വീഡിയോസുകൾ വീണ്ടും കാണാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കുക. ഓക്കെ, എന്നിട്ട് വീണ്ടും നമ്മളെ വീഡിയോസുകൾ മുഴുവനായും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറും. ഇതാണ് ലിവ മറ്റേ ഈത്തപ്പഴ ഫെസ്റ്റിവലിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ്. ഓക്കെ, അങ്ങനത്തെ മാഷാഅല്ലാഹ് നമ്മളങ്ങനെ ടെൻറ്റിൻ്റെ അകത്തേക്ക് ഫെസ്റ്റിവലിൻ്റെ അകത്തേക്ക് കയറി. ഇവിടെയൊക്കെ നല്ല അതിമനോഹരമായിട്ട് തന്നെ നമ്മൾ ഈത്തപ്പഴം ഡിസ്പ്ലേ ഒക്കെ ചെയ്തിട്ടുണ്ട്. മാഷാഅല്ലാഹ്, അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ. ആരും കാണാതെ നിൽക്കണ്ട, കണ്ടോളീ. ഇതിൻ്റെ അകത്തതുപോലെ തന്നെ നമ്മൾ അറബികളുടെ അടിപൊളി ഡാൻസും പരിപാടിയൊക്കെ ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മളിപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. ഫുള്ളായിട്ട് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് മണിക്കൂറുകളും ചിലപ്പോൾ നീണ്ടു നിൽക്കും. അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ ചുരുക്കി നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാൻ പോകണം. ഓക്കെ, കണ്ടോളി. ഇവിടെയൊക്കെ അറബികളുടെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. നമ്മൾക്ക് എന്താക്കാം, അവിടത്തേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറബികളുടെ ഡാൻസ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അതിൻ്റെ അടുത്തേക്ക് നമ്മൾ നടന്നുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് അതിമനോഹരമായ അടിപൊളി ഏരിയ ആണ്. ഇതാണ് നമ്മളെ ലിവ ഡേറ്റ് ഫെസ്റ്റിവൽ. ഓക്കെ, കണ്ടോളി. അപ്പോൾ ഇവിടെ നല്ല അതിമനോഹരമായ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സൈഡിൽ കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മാഷാഅല്ലാഹ്, അടിപൊളിയാണ്. ഓക്കെ, ഡാൻസ് കളിക്കുന്ന ഒരു ഏരിയയിലേക്ക് പോവാം. അപ്പം അറബിയുടെ ഡാൻസ് ചെയ്ത് കുറച്ച് ഭാഗം കാണിക്കാനൊക്കെ അതൊക്കെ ഒന്ന് കണ്ടോട്ടാം. അടിപൊളിയായിട്ടാണ് ഇവരുടെ ഡാൻസ്. പരിപാടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുള്ള പരിപാടിയാണ്. ഭയങ്കര രസമാണ് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് കാണാത്തതൊക്കെ കണ്ടു. അറബികളി ഡാൻസ് കണ്ടതിന് ശേഷം നമ്മൾക്ക് ഈത്തപ്പഴത്തിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഒക്കെ, അപ്പോൾ ഇത് സ്ഥലമൊന്ന് കണ്ടു നോക്കാം.
അങ്ങനെ ഇതാ അറബിയുടെ ഡാൻസ് ഏകദേശം കഴിഞ്ഞു. ഇതിനടുത്ത് നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. മാഷാ അല്ലാ, അടിപൊളി വെറൈറ്റി ഐറ്റമായ ഈത്തപ്പഴങ്ങൾ ഇതാ നേരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ മക്കളെ, കണ്ടോളീൻ. ഇതാ ഏതൊക്കെ വെറൈറ്റി ഈത്തപ്പഴങ്ങളെന്ന് നോക്കി ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളത്. മാഷാ അല്ലാ, സൂപ്പർ കേട്ടോ, അടിപൊളി വെറൈറ്റിയാണ്. ഒരുപാട് മോഡലുകളുണ്ട് കേട്ടോ ഇവിടെ നേരത്തി വെച്ചിട്ട്. 1, 2, 3 ഐറ്റം ഒന്നല്ല, ഇഷ്ടം പോലെ ഓരോരോ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോയി അടുത്ത ഈത്തപ്പായത്തിൻ്റെ വേറൊരു സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. മാഷാ അല്ലാ, ഇതാ ഇവിടെയും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഇവിടെ നിന്ന് വേണമെന്നവർക്ക് നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് എത്ര വേണമെങ്കിൽ കഴിക്കാം. ഏത് വെറൈറ്റി മോഡലിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റും. നമുക്ക് നോക്കുന്നതിനൊന്നും പ്രശ്നമില്ല. അതുകൊണ്ട് നമ്മൾ ഏകദേശം എല്ലാ കൗണ്ടറിൻ്റെ ഭാഗത്തേക്കൊക്കെ പോയി ഏകദേശം നല്ല അടിപൊളി കാണുന്ന ഈത്തപ്പഴത്തിൻ്റെ എല്ലാ ടേസ്റ്റുകളൊക്കെ നമ്മൾ അത്യാവശ്യം തിന്ന് നോക്കിയിട്ടുണ്ട്. എല്ലാം മനോഹരമായിട്ടുണ്ട്. മാഷാ അല്ലാ, അടിപൊളി ടേസ്റ്റ്, നല്ല മധുരമുള്ള ഈത്തപ്പഴങ്ങളാണ് കേട്ടോ. ഏതൊക്കെ വെറൈറ്റി ഈത്തപ്പഴം നോക്കിയേ, കണ്ടോളീൻ. ഓക്കെ, അടിപൊളിയില്ലേ? നോക്കിയാൽ എങ്ങനെയുണ്ട്, സൂപ്പർ ഈത്തപ്പഴം. അതാണ് നമ്മൾ ഈത്തപ്പഴം ഫെസ്റ്റിവൽ ലിവ. ഇതാ നല്ല റെഡായിട്ടുള്ള ഈത്തപ്പഴമുണ്ട്, മഞ്ഞയായിട്ടുള്ള ഈത്തപ്പഴമുണ്ട്, എല്ലാ ടൈപ്പ് ഈത്തപ്പഴങ്ങളും ഉണ്ട് കേട്ടോ. ചെറുതും വലുതും പല വെറൈറ്റി മോഡലുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ലിവ ഈത്തപ്പഴ ഫെസ്റ്റിവലിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. നമുക്ക് ഏത് ഈത്തപ്പഴം ഏത് മോഡൽ വേണമെങ്കിൽ നമുക്ക് കഴിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. ഏതായാലും വന്നല്ലേ എന്ന സ്ഥിതിക്ക് ഏകദേശം എല്ലാം പരമാവധി ഈത്തപ്പഴം നമ്മൾ തിന്നിട്ട് മുതലാക്കിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു പരിപാടി. ഓക്കെ, അടുത്തൊരു കൗണ്ടർ ഇതാ ഇവിടെ അതുപോലെ തന്നെ നല്ല വലുപ്പത്തിലുള്ള നല്ല അടിപൊളി ഈത്തപ്പഴം അവിടെയും കൊണ്ട് ഇഷ്ടം പോലെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ വെറൈറ്റികൾ കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഇതാ കണ്ടോളീൻ. ഓക്കെ, നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര അടിപൊളിയായിട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും, നമ്മൾ വിജയിപ്പിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കുക. ഇനിയും ഇതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾക്ക് ഏതാനും നിമിഷങ്ങൾക്ക് പോകാം. ഒരുപാട് കൗണ്ടറുകൾ ഇഷ്ടം പോലെയുണ്ട് ഈത്തപ്പഴത്തിൻ്റെ. നമ്മൾക്ക് അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ ചുരുക്കി കാണിച്ചു തരാം. മൊത്തം കാണിച്ച് കഴിഞ്ഞാൽ ഒരുപാട് മണിക്കൂറോളം കാണിക്കാനുണ്ടാകും. അതുകൊണ്ട് ചുരുക്കി നമുക്ക് അടുത്തടുത്ത സെക്ഷനിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെ അടുത്ത കൗണ്ടറിലേക്ക് എത്തി. ഇവിടെയും ഒരുപാട് വെറൈറ്റി ഈത്തപ്പഴങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഈത്തപ്പഴമുണ്ട്. പിന്നെ അത് കൂടാണ്ട് അതിൽ വേറെ ഇതാ കുറച്ച് വെളുപ്പുള്ള ഈത്തപ്പഴം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കരിമ്പാണ് കേട്ടോ, ഈത്തപ്പഴമല്ല. അപ്പം കരിമ്പിൻ്റെ എല്ലാം വെറൈറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ലിവയിലുണ്ടാകുന്ന ഒരു ഫ്രൂട്ട്സിൻ്റെ ഐറ്റംസൊക്കെ അത് ഇവരുടെ നിരത്തി വെച്ചിട്ടുള്ളത്. കുറച്ച് വെളുപ്പുള്ളൊരു ഈത്തപ്പഴമാണ് ഇത്. അങ്ങനെ പല വെറൈറ്റി ഈത്തപ്പഴങ്ങൾ നമുക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റി. മാഷാ അല്ലാ, അടിപൊളി ഈത്തപ്പഴങ്ങളൊക്കെ. ഇതാ വേറെ ഒരു മോഡൽ ഇതാ ഇവിടെ ഇതിവിടെ ഉണ്ടാകുന്നത് ചെറുനാരങ്ങയുണ്ട്, വേറൊരു പഴമുണ്ട്, ഇതിൻ്റെ പേരറിയില്ല. പിന്നെ നമ്മളെ പപ്പായ നാട്ടിലെ, അതൊക്കെ ഇവിടുത്തെ നാട്ടിൽ നിന്ന് വന്നല്ല, ഇവിടെ ലിവയിലുണ്ടായ പപ്പായാണ്. നല്ല ബ്ലാക്ക് ആയിട്ടുള്ള ഈത്തപ്പഴം, കുറച്ച് ബ്രൗണ്, പിന്നെ യെല്ലോ കളറ്. അങ്ങനെ ഏകദേശം ഒരുപാട് വെറൈറ്റി ഈത്തപ്പഴത്തിൻ്റെ അരികിലൊക്കെ നമ്മൾ എത്തി. ഏകദേശം തിന്നാൻ പറ്റുന്നൊക്കെ നമ്മൾ ഓരോരോ സൈസും ഓരോരോ സാമ്പിളൊക്കെ നമ്മൾ പരമാവധി തിന്നാൻ പറ്റുന്ന നമ്മൾ തിന്നിട്ട് നമ്മൾ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എല്ലാം മനോഹരം മതി. ടേസ്റ്റ് സൂപ്പറായിട്ടുള്ള ഈത്തപ്പഴങ്ങളാണ് കേട്ടോ. പരമാവധി നമ്മൾ വയറ് നിറക്കാൻ പറ്റുന്ന അത്ര നമ്മൾ ഈത്തപ്പഴം തിന്ന് ഇവിടെ നിന്ന് വയറ് നിറച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇവിടുന്ന് പോയിട്ടുള്ളത്. എന്തായാലും വന്നതല്ലേ വെച്ചാൽ നമ്മൾ മുതലാക്കണ്ടേ. അടിപൊളി പരിപാടിയാണ് ലിവ ഈത്തപ്പഴം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ. ഏതൊക്കെ മോഡൽ എന്തൊക്കെ വെറൈറ്റി ഈത്തപ്പഴാന്ന് നോക്കിയൊക്കെ സെക്ഷൻ ആക്കി തന്നെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുണ്ട് ഈത്തപ്പഴം, അടിപൊളിയല്ലേ? കമൻ്റൊക്കെ അറിയിക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോയി. ഇതാ ഇവിടെ അതുപോലെ തന്നെ ഈത്തപ്പഴത്തിലെ തൈകൾ വിൽക്കുന്ന ഒരു കൗണ്ടറും കൂടിയുണ്ട്. അതും കൂടി ഇങ്ങനെ കാണിച്ചു തരാം. ഇതാ വേണമെന്നവർക്ക് ഇവിടുന്ന് തൈകൾ വാങ്ങിപ്പോകാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമുണ്ട്. അതുപോലെ തന്നെ ഈത്തപ്പഴം വാങ്ങിപ്പോകാൻ അവസരം, എല്ലാത്തിനും അവസരം അവർ ഈ കൗണ്ടറിനകത്ത് മൊത്തം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് വേറൊരു സെക്ഷനിലേക്ക് പോവുകയാണ്. അടുത്ത ഭാഗം കാണിച്ചു തരാം. ഇത് വേറൊരു കൗണ്ടറൊക്കെ
ഒക്കെ നല്ല പോലെ നിരന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കൗണ്ടറുകളുണ്ട്. എല്ലാം ഈത്തപ്പഴത്തിൻ്റെ കേട്ടോ. വേറൊരു ഈത്തപ്പഴത്തിൻ്റെ ഒരു ഐറ്റം കാണിച്ചതാ. സൂപ്പർ. ഇങ്ങനെയുണ്ട്. അടിപൊളി നല്ല റെഡ് ഈത്തപ്പഴം. അതുപോലെ തന്നെ ഈത്തപ്പഴം കൊണ്ടുള്ള വേറെ വെറൈറ്റി കുറച്ച് ഹലുവ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഈത്തപ്പഴത്തും കൊണ്ട് ഉണ്ടാക്കി. ഇതിൻ്റെ ഉള്ളിൽ ഈത്തപ്പഴം പുറത്ത് നട്ട്സൊക്കെ വെച്ചിട്ട് സൂപ്പർ ആക്കിയിട്ടുണ്ട്. ഇതാണ് മക്കളെ ഈത്തപ്പഴം ഫെസ്റ്റിവൽ. എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോയി. ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ പഴഞ്ചൻ ഒരുപാട് ഈ കോട്ടകൾ പോലെയുള്ള ഒരുപാട് ഇതിൻ്റെ ഒരു ശില്പികൾ ഇവിടെ ഇവരെ നിർമ്മിച്ചിട്ട് ഇവിടെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കുറച്ച് കാണിച്ചിട്ട് നോക്കിക്കോ. ഇതൊക്കെ പണ്ടത്തെ കോട്ടകൾ ആണ് ഇതൊക്കെ വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു പ്രകൃതി പോലെ എന്താ പറയുക, കോട്ടൻ്റെ ഒരു രൂപകൽപ്പനയിൽ നിർമ്മിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരുപാട് മോഡലുകൾ. ഓക്കെ, ഇതൊക്കെ എന്ത് രസമാണ് കാണാമെന്നൊക്കെ. എന്താ സൂപ്പർ, അത് മനോഹരമായിരിക്കുന്നു. കണ്ടോളി. അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ എത്തിയതാ. ഇവിടെ ഗാവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരുപാട് ഐറ്റംസുകളാണ്. മറ്റേ ഫ്ലാസ്കുകൾ, അതിന് വേണ്ട ഗ്ലാസ്സുകൾ, ഗാവ അവർ മജ്ലിസിലേക്ക് വേണ്ടിയിട്ട് ഗാവയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ഐറ്റംസുകൾ അതിൻ്റെ ഒരു ഡിസ്പ്ലേ ഇവിടെയുണ്ട്. കാണാത്തവർക്ക് കാണാം, വാങ്ങാനുള്ളവർക്ക് ഇവിടുന്ന് വാങ്ങാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഗാവ ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. അതും ഒരു സെക്ഷനിലുണ്ട്, അതിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾക്ക് ആദ്യം എന്താക്കാം, ഈ ഫ്ലാസ്കുകളുടെ മോഡലൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊക്കെ കണ്ട് വെറൈറ്റി അതിമനോഹരമായ നല്ല അടിപൊളി ഫ്ലാസ്കുകളും അങ്ങനെയുണ്ട്. ഓക്കെ, അടിപൊളി നല്ല ഗോൾഡൻ കളറിലുള്ളൊരു ഫ്ലാസ്ക്. അടിപൊളി സാധനം, മാഷാ അല്ലാഹ്, സൂപ്പർ ആയിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെയുള്ള വെറൈറ്റി സൂപ്പർ മോഡൽ ഫ്ലാസ്കുകളുണ്ട് കേട്ടോ. ഇത് ഇവിടെ കാണാത്തെല്ലാം വെറൈറ്റി മോഡൽ ഫ്ലാസ്കുകളുണ്ട്. ഇവിടെ നല്ല അടിപൊളി ഫ്ലാസ്കുകൾ. എങ്ങനെയുണ്ട് നോക്കിക്കോളി, കണ്ടോളി. അടിപൊളിയല്ലേ? അങ്ങനെ ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ട് അടുത്ത സെക്ഷനിലേക്ക് ഇങ്ങനെ കറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൈഡ് ഭാഗത്ത് ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഗാവ വിൽക്കുന്നൊരു സംഭവം കാണിച്ചു തരാം. ഇവിടെ നിന്നത്തെ സൈഡിൽ തന്നെ ഇതിനുള്ള നമ്മളെ ശരിക്കും നാടൻ കോഫികളൊക്കെ ഇവിടെ നിന്ന് വിൽപ്പന നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു കൗണ്ടറുണ്ട് സൈഡിൽ, അതും കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഗ്ലാസ്സിനകത്ത് ഒരുപാട് മോഡൽ ഫ്ലാസ്കുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അതൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാന്നൊക്കെ. സൂപ്പർ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് നിങ്ങൾക്ക് ഗാവ കാണിച്ചു തരാം. ഇവിടുത്തെ അതിമനോഹരമായ വെറൈറ്റി ഗാവ ഇവിടെ ഇവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സൂപ്പർ ഗാവകൾ. അടിപൊളിയായിട്ടുള്ള ഗാവ. ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ. ഗാവ 1 2 എന്നല്ല, ഒരുപാട് വെറൈറ്റി ഐറ്റം ഗാവകളുണ്ട്. ഇത് വേറൊരു ഐറ്റം, ഇതൊരു വേറൊരു ഐറ്റം. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഗാവ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നിന്ന് അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് നീങ്ങാം. ഇതൊരു കോഫി കൗണ്ടറാണ്. അങ്ങനെ കോഫി കൗണ്ടറൊക്കെ ഇത് അതിമനോഹരമായിട്ടുണ്ട്, മാഷാ അല്ലാഹ്. അതിന് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത് അടുത്ത സെക്ഷൻ ഒരു മജ്ലിസിൻ്റെ ഒരു ഭാഗം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒക്കെ നടന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല അടിപൊളി ഒരു മജ്ലിസും കൂടി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് അടുത്ത് കാണിച്ചു തരാം. ഗാവൊക്കെ കണ്ടോളി. നല്ല വെറൈറ്റി ഗാവൊക്കെ ഇവിടെ നിന്ന് വിൽക്കപ്പെടുന്നുണ്ട്. അതൊക്കെ വാങ്ങാനുള്ള അവസരം കൂടി ഇവിടെ ഉണ്ട്. ഇതിനടുത്ത് നമ്മൾക്ക് മജ്ലിസ് കാണിച്ചു. ഇതാണ് മജ്ലിസ്. അറബികൾ മജ്ലിസ് എന്ന് പറയുന്നൊരു സംഭവം ഇതാണ് കേട്ടോ. ഇതാണ് മജ്ലിസിൻ്റെ ഉൾഭാഗം. അങ്ങനെയുണ്ട്. അതിമനോഹരമായി നല്ല സോഫ സെറ്റൊക്കെ അതിമനോഹരമായിട്ട് ഇരിച്ച നല്ല അടിപൊളി മജ്ലിസ് നമുക്ക് ചെയ്യണം. നല്ല നമുക്ക് ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഇവിടെയൊക്കെ ഇരിക്കാം. ഓക്കെ, മുകളിൽ ലെറ്ററിൽ നല്ല മജ്ലിസ് എന്നെല്ലാം അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ മജ്ലിസിൻ്റെ ഭാഗമൊക്കെ
ഒക്കെ കണ്ടിന് നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് നമുക്ക് മെല്ലെ മുന്നോട്ട് പോകാം. എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കാണിച്ച് തരണമല്ലോ, അതുകൊണ്ടാണ് എല്ലാം പെട്ടെന്ന് തന്നെ ഇവിടെ നടന്ന് പോകുന്നത് കേട്ടോ. ഒരുപാട് കാണാനുണ്ട് ഇവിടെ, കുറച്ചൊന്നുമല്ല. അതുകൊണ്ട് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അതുപോലെ തന്നെ വേറൊരു വെറൈറ്റി ഈത്തപ്പഴത്തിൻ്റെ ഒരു കൗണ്ടറിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. വീഡിയോ അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റം ഈത്തപ്പഴങ്ങൾ ഇങ്ങനെ നേരത്തെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ പല മോഡലുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാ. അങ്ങനെ നമ്മൾ അവിടെ നിന്നും വിട്ടു പിന്നെ അടുത്തൊരു സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ അതിമനോഹരമായ ഒരു കൗണ്ടർ, ഒരു നല്ല മുളയൊക്കെ കൊണ്ട് അടിപൊളിയായിട്ടൊരു കൗണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒക്കെ മുളകൾ ഇങ്ങനെ ഈർന്നിട്ട് ആക്കിയിട്ടില്ലാക്കി ചെറുതായിട്ട് കട്ടിങ്ങെല്ലാം ആക്കിയിട്ട് ഒരു അടിപൊളി വെറൈറ്റി ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വണ്ടിയുടെ ടയറുണ്ട് അങ്ങനെ ഡിസ്പ്ലേ എല്ലാം വെച്ചിട്ട് ഒരു വെറൈറ്റി മോഡലാക്കിയതാണ്. അതിൻ്റെ സൈഡിലൊക്കെ ചൂടിക്കയറൊക്കെ കെട്ടിയിട്ട് നല്ലൊരു മോഡലാക്കിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇങ്ങനെ നമുക്ക് അടുത്ത നെക്സ്റ്റ് സെക്ഷനിലേക്ക് മെല്ലെ പോകാം. ഇതിങ്ങനെ ഒരു കൗണ്ടറാണ്. അങ്ങനെ മാഷാ അല്ലാ. ഇങ്ങതാ ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് നല്ല അടിപൊളി മോഡലാക്കിയിട്ടുള്ളൊരു കൗണ്ടറാണിത്. ഇതൊക്കെ സൈഡിലെല്ലാം ഉണ്ട്, നല്ല മുളയും കൊണ്ടൊക്കെ തൂണൊക്കെ ആക്കിയിട്ട് നല്ല രസമുണ്ട്. പിന്നെ അങ്ങനെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് നല്ല പോവാം. ഇതൊക്കെ ഒരു പുരാണ മോഡലാക്കി വന്നിട്ടാ. ആ ഫ്ലാസ്കും കാര്യങ്ങളും ഒക്കെ ബോട്ടിലൊക്കെ കെട്ടി തൂക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഉൾഭാഗങ്ങൾ കേട്ടോ. ഏകദേശമുള്ള നല്ല ടെൻറ്റ് കാര്യങ്ങളെല്ലാം നല്ല രസമുണ്ട്. എൻ്റെ അകത്ത് കാണാൻ വേണ്ടിയിട്ട് ടെൻറ്റൊക്കെ അടിച്ച് കൂട്ടിയിട്ട് അങ്ങനെ ഇവിടെയും അതേപോലെ തന്നെ മ്യൂസിയം പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെയും കുറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. അങ്ങനെ ഇവിടെയൊക്കെ കണ്ട് നമ്മൾ മെല്ലെ ഇതാ നടന്നു പോവുകയാണ്. ഇതാണ് അതിൻ്റെ ഉൾഭാഗങ്ങൾ, ഏകദേശം ഏരിയകളൊക്കെ. അങ്ങനെ ഞങ്ങളിതാ ഇങ്ങനെ നടന്നുകൊണ്ട് നമ്മൾ ഇത്രയും പെട്ടെന്ന് അവന് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു പോക്കാണ്. ഇനി ഏകദേശമൊക്കെ കണ്ടു. ഒരുപാട് ഭാഗങ്ങൾ കാണിച്ചു തരാനുണ്ട്, പക്ഷേ ഫുള്ള് കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലോങ് വീഡിയോ, അതുകൊണ്ടാണ് കുറേ കട്ടിങ് ആയിട്ട് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഞങ്ങളിതാ ഒക്കെ ഏകദേശം നടന്ന് കണ്ട് നമ്മൾ ഏകദേശം പുറത്തേക്ക് പോവുകയാണ്. ഇനി നമ്മളിതാ എക്സിറ്റ് ആവുകയാണ് ഇവിടെ നിന്ന്. ഇതാണ് നമ്മൾ ലിവ ഈത്തപ്പഴ ഫെസ്റ്റിവൽ. ഓക്കെ, ഇനി കുറച്ച് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങൾ അടിപൊളിയായിട്ടുള്ള ഭാഗങ്ങൾ കുറച്ച് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ പുറം ഏരിയകളൊക്കെ കേട്ടോ. അടിപൊളിയായിട്ട് നല്ല ലൈറ്റെല്ലാം വെച്ച് നല്ല കളർ ലൈറ്റൊക്കെ ആക്കിയിട്ട് നല്ലത് മനോഹരമായിട്ടുണ്ട്. മാഷാ അല്ലാ, എന്താ രസം ലൈറ്റ് കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ട് കാണാമെന്നറിയാം. ഇതാണ് നമ്മുടെ ലിവ ഈത്തപ്പഴ ഫെസ്റ്റിവലിൻ്റെ ഏരിയ. ഓക്കെ, ഇങ്ങനെ ഇതുപോലെ അടിപൊളി വെറൈറ്റി ഗൾഫിലുള്ള വെറൈറ്റി വീഡിയോസുകളുമായി നമ്മൾ എന്നും നിങ്ങളെ കൂടെ എത്തിക്കുന്നതായിരിക്കും വീഡിയോസുകൾ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാ നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ വീണ്ടും നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓക്കെ, നെക്സ്റ്റ് അടിപൊളി വീഡിയോസുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഇതൊക്കെ അതിൻ്റെ ഫ്രണ്ട് ഏരിയകളാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫെസ്റ്റിവൽ ഏരിയ. മാഷാ അല്ലാ, എല്ലാം അതിമനോഹരമായിട്ടുണ്ട്. അപ്പോൾ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് ബൈ.